ഫിഷിംഗ് ബാറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ റീല് അയച്ച് റീഫിറ്റിംഗ് ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഉപയോഗിക്കുന്ന ഷിമാനോൻ്റെ കറ്റാന റീലാണിത്. ഇതിൽ ഗ്രീസൊക്കെ ബ്ലാക്ക് നിറയുണ്ട്. പിന്നെ അത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് അപശബ്ദങ്ങളൊക്കെ വരുന്ന കാരണം ഒന്ന് റീസർവീസ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് അഴിച്ച് ഇതിൻ്റെ പാർട്സുകളൊക്കെ മാറ്റി വെച്ചേക്കാണ്. അത് നല്ല വലിയൊരു ബോട്ടിലിൽ വലിയൊരു ബോക്സിൽ പെട്രോൾ എടുത്തിട്ട് അത് വെച്ചിട്ടാണ് വാഷ് ചെയ്യണത്. ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് വാഷ് ചെയ്യണത്. നന്നായി വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ ഗ്രീസൊക്കെ പോവും. ചെറിയ ചെറിയ പാർട്സുകളെല്ലാതും ഗ്രീസൊക്കെ ഓയിലൊക്കെ ഉള്ളതൊക്കെ നന്നായി വാഷ് ചെയ്തെടുത്തിട്ട് വേണം റീഫിറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ സാധാരണ രീതിയിൽ റീല് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഇത് ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി ഫിഷിങ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 3 മാസം 4 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫിഷിങ് റീല് അഴിച്ച് സർവീസ് ചെയ്തിട്ട് വീണ്ടും പുതിയ ഗ്രീസൊക്കെ ഇട്ടിട്ട് വീണ്ടും ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിക്കുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം റീല് കേടുവരാതെ ഉപയോഗിക്കാൻ പറ്റും. തീരെ ഓയിലും ഗ്രീസും ഒന്നും ഇല്ലാണ്ട് കുറേ കാലം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രീസൊക്കെ അവസാനം ടൈറ്റാവും. അങ്ങനെ ടൈറ്റായി കഴിഞ്ഞാൽ നമ്മുടെ ഗിയർ ബോക്സ് സ്റ്റക്കാവും. അപ്പോൾ അതിൻ്റെ പിനിയനും പൽചക്രങ്ങളൊക്കെ ജാമായിട്ട് പെട്ടെന്ന് തന്നെ കേടുവരാനൊക്കെ ചാൻസ് കൂടുതലാണ്. പിന്നെ സ്മൂത്ത്നെസ്സൊക്കെ നഷ്ടപ്പെടും. നമ്മൾ എറിയുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ അപശബ്ദങ്ങളൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ എപ്പോഴും നമ്മൾ റീലൊക്കെ നന്നായി സർവീസ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. ഓയിൽ കൊടുക്കുക. അതുപോലെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഴിച്ച് അതിൻ്റെ ഉൾഭാഗമൊക്കെ ക്ലീനാക്കി പുതിയ ഗ്രീസൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് വേണം നമ്മളത് ഉപയോഗിക്കാനായിട്ട്. ഈ ബോക്സിൽ അതിൻ്റെ നമ്മൾ റീല് കഴുകിയ പെട്രോളിൻ്റെ നിറം ബ്ലാക്കായി ഉണ്ടോ? അത്രയും ഡാർക്ക് കളറിലാണ് നമ്മൾ ഗ്രീസ് ആയിരിക്കുന്നത്. മഞ്ഞ കളറിലുള്ള ഗ്രീസ് ബ്ലാക്ക് കളറായി മാറി. അപ്പം അത്രയും അതിൻ്റെ ഉള്ളിൽ വർക്കിംഗ് നടക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ നല്ല ഗ്രീസ് ആണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ബ്രഷ് കൊണ്ട് തന്നെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തിച്ചിട്ട് വേണം അത് ഇടാനായിട്ട്. അങ്ങനെ ബ്രഷ് കൊണ്ട് ചെയ്യുമ്പോൾ ഉൾഭാഗത്ത് കംപ്ലീറ്റ് എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് ഗ്രീസ് എത്തും. നല്ല വൃത്തിയുള്ള തുണി കൊണ്ടൊക്കെ തുടച്ച് അത് ഗ്രീസൊക്കെ ഒന്ന് ഒപ്പിയെടുത്തതിന് ശേഷം വേണം അതിൻ്റെ ഉള്ളിൽ നമ്മൾ പൽചക്രങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ നല്ല വൃത്തിയിലൊക്കെ തന്നെ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ മണ്ണും കരടും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാതെ വേണം നമ്മൾ റീഫിറ്റിങ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ നന്നായി ശ്രദ്ധിക്കുക. അതുപോലെ മൺതരികളൊക്കെ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൽചക്രങ്ങൾ കറങ്ങുന്നതിൻ്റെ കൂടെ ആ മൺതരികളും പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശബ്ദം മാറും, സ്മൂത്ത്നെസ്സൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഈ സർവീസിങ്ങൊക്കെ പഴയ റീലുകൾ നമ്മളെ വീട്ടിലുണ്ടെച്ചെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റീലുകൾ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് വലിച്ചെറിയരുത്. അത് വലിച്ചെറിയാതെ നമ്മളത് ഊരി അതിൻ്റെ പാർട്സുകളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അത് വീണ്ടും റീഫിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമ്മളത് ഉപയോഗപ്രദം അല്ലെങ്കിൽ അത് വലിച്ചെറിയും. അപ്പം അങ്ങനെ ചെയ്യരുത് ആരും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മെക്കാനിക്ക് പഠിക്കാനായിട്ട് നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാനായിട്ടുള്ളൊരു വഴിയാണ് പഴയ റീലുകൾ. അപ്പോൾ ആരും തന്നെ പഴയ റീലുകളൊന്നും കളയരുത്. നമ്മൾ ഫിഷിംഗ് റീലിൽ ഓയിൽ കൊടുക്കാനായിട്ട് വലിയ സിറിഞ്ച് ആണ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സിറിഞ്ച് കൊണ്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആ പോയിന്റിലേക്ക് തന്നെ നമുക്ക് ഓയിൽ കൊടുക്കാൻ പറ്റും. അത് കുറഞ്ഞ അളവിൽ ഓയിൽ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച്
അത് സിറിഞ്ച് വെച്ചിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ ഡ്രോപ്പ് ഓയിൽ നമ്മുടെ മെഷീൻ്റെ ഉള്ളിലേക്ക് കിട്ടും. അതിനുള്ളൊരു ടെക്നിക്കാണ് ഈ സിറിഞ്ച് വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ബ്രഷ് കൊണ്ട് നമ്മൾ നന്നായിട്ട് ഗ്രീസൊക്കെ പൽച്ചക്രത്തുമ്മലൊക്കെ നന്നായിട്ട് അടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഫിഷിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ റീലുകളൊക്കെ നന്നായി തുടച്ച് വൃത്തിയാക്കി അതിലെ പൊടിയും മണ്ണും കരടുകളൊക്കെ പെട്ടുള്ളതൊക്കെ വൃത്തിയാക്കിയിട്ട് വെച്ച് നല്ല സുരക്ഷിതമായിട്ട് വയ്ക്കുക. എന്നാൽ മാത്രമേ നമ്മളെ റീലുകളൊക്കെ ഒരുപാട് കാലം നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ പൽച്ചക്രങ്ങളൊക്കെ നല്ല വൃത്തിയിൽ നമ്മൾ ബ്രഷ് കൊണ്ട് അടിപൊളിയായിട്ട് ഗ്രീസ് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് നമുക്കത് ഗ്രീസ് കിട്ടും. ഓയിൽ കണ്ട നമ്മൾ സിറിഞ്ച് വെച്ചിട്ടാണ് ഓയിൽ ഇതിൽ അടിച്ചു കൊടുക്കുന്നത്. കുറച്ചളവിൽ ഓയിൽ കൊടുക്കണ്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് സിറിഞ്ച് വെച്ചിട്ട് ചെറിയൊരു ഡ്രോപ്പ് ഓയിൽ കൊടുക്കുന്നത്. കൂടാനും പാടില്ല, എന്നാൽ തീരെ കുറയാനും പാടില്ല. അപ്പോൾ നമ്മൾ ഈ റീലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ എടുത്ത് വയ്ക്കുക. പിന്നെ അതിൻ്റെ ബെയില് അതുപോലെ തന്നെ സ്പൂളിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ സ്ക്രാച്ച് വരാണ്ട് ശ്രദ്ധിക്കുക. അവിടെ ഇവിടെയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തട്ടിയിട്ട് സ്ക്രാച്ച് വരും. ഈ സ്ക്രാച്ച് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് വലിയ മീനൊക്കെ അടിക്കുമ്പോൾ ഈ ബ്രൈഡ് ലൈന് ഈ സ്ക്രാച്ചുള്ള ഭാഗത്ത് കൂടെ ഉരഞ്ഞു പോകും. ഉരഞ്ഞു പോകുമ്പോൾ ബ്രൈഡ് ലൈന് സ്ക്രാച്ച് ആവും. അപ്പോൾ ഈ ബ്രൈഡ് ലൈനൊക്കെ ഏത് ഭാഗത്താണ് സ്ക്രാച്ച് വന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ വലിയ മീനൊക്കെ അടിച്ച് കയറുന്ന സമയത്ത് ഈ ബ്രൈഡ് ലൈൻ പൊട്ടിയിട്ട് നമുക്ക് മീൻ നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഷാഡ, ലൂറ, ഫ്രോഗ എന്തൊക്കെയാണെങ്കിലും അതൊക്കെ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ആ ഒരു നഷ്ടമില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ബെയിലും അതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ നല്ല റീലിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ നമ്മൾ നല്ല കെയർ ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഷാഫ്റ്റിൻ്റെ ഒരു അടിപൊളി സെറ്റിങ്ങാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പിന്ന് പോലത്തത് കണ്ടില്ലേ, അതാണ് നമ്മളെ ഈ ഫിഷിംഗ് റീലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഐറ്റമാണ് അതിലേക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ബിറ്റ് വളയാനോ അല്ലെങ്കിൽ തേയ്മാനോ സംഭവിക്കാനൊന്നും പാടില്ല. അത് നല്ല കെയറായിട്ട് ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. ഒരു തരി ബെൻഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫിഷിംഗ് റീൽ ഒരിക്കലും സ്മൂത്തായിട്ട് കറങ്ങില്ല. ഈ പിന്ന് ഇതുപോലെ തന്നെ ബെൻഡില്ലാണ്ട് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. നല്ല വൃത്തിയിൽ എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടോയെന്ന് നോട്ട് ചെയ്തിട്ട് വേണം നമ്മൾ അടുത്ത ഓരോ പാർട്സുകൾ സെറ്റ് ചെയ്യാനായിട്ട്. നല്ല സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് സ്മൂത്തായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓവർ ടൈറ്റ് പാടില്ല. ഓവർ ടൈറ്റ് വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ പാർട്സുകളൊക്കെ കൂടുതലും ഫൈബർ പോലത്തെ മെറ്റീരിയൽ, പ്ലാസ്റ്റിക് ഫൈബർ പോലത്തെ മെറ്റീരിയലാണ്. അപ്പോൾ ഓവർ ടൈറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഭാഗം പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ നല്ല ശ്രദ്ധയോടുകൂടി മാത്രമേ നമ്മൾ ഇതൊക്കെ സ്ക്രൂകളൊക്കെ ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഈ റീല് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ അനിയനാണ്. അവൻ സ്വന്തമായിട്ട് തന്നെ ഈ റീല് റിപ്പയറിങ് പഠിച്ചതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ റീലുകളൊക്കെ വായിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സ്വന്തമായിട്ട് തന്നെ ഇപ്പോൾ റീലൊക്കെ ഊരി അത് റിപ്പയർ ചെയ്തിട്ട് റീഫിറ്റിങ് ചെയ്യാനൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഴയ റീലുകളൊക്കെ കളയാതെ നമ്മൾ അത് ഈ ഒരു സർവീസിങ് പഠിക്കാനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക.
ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഫിറ്റിങ് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 4-5 ദിവസമൊന്നും വേണ്ട, കുറച്ച് മണിക്കൂറുകളുടെ ആവശ്യമുള്ളൂ. അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു സെറ്റ്, ഒരു റീൽ സെറ്റ് നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്ത് അത് ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഈ ഒരു റീൽ ഫിറ്റിങ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു റീലുകളാണ്. അപ്പോൾ നമ്മളത് സർവീസ് ചെയ്യാനാണെങ്കിൽ 600 രൂപ, 500 രൂപ ഒക്കെ, 1000 രൂപയുടെ അടുത്തൊക്കെ എന്തായാലും വരും. അപ്പോൾ നമ്മൾ പരമാവധി സ്വന്തമായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമാണ്. പലരും ചോദിക്കാറുണ്ട്, എന്താ ഈ ഫിഷിംഗ് റീലിൻ്റെ ലെഗൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് പൊട്ടണത്. ആ ഫിഷിംഗ് റീലിൻ്റെ ലെഗുകളും പൊട്ടെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഫിഷിംഗ് റീലിൻ്റെ കംപ്ലൈൻ്റ് അല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഫിഷിംഗ് റോഡിൻ്റെ ടൈറ്റ് കൊണ്ടാണ്. അത് വളയുന്ന ഒരു ടൈപ്പ്, കുറച്ച് അതിൻ്റെ ടിപ്പ് ഭാഗം കുറച്ച് വളയുന്ന ടൈപ്പിലുള്ള ഫിഷിംഗ് റോഡ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഈ ഫിഷിംഗ് റീല് സെറ്റ് ചെയ്യാൻ. തീരെ വളയാത്ത തരത്തിലുള്ള ഹാർഡായിട്ടുള്ള ഫിഷിംഗ് റോഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ലോഡ് വരിക നമ്മുടെ ഈ ഫിഷിംഗ് റീലിൻ്റെ ലെഗിലേക്കാണ്. ഈ ലെഗിലേക്ക് ലോഡ് വരുമ്പോൾ ഈ ഫുള്ള് ലോഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഗ് ഒടിഞ്ഞു പോകും. അപ്പോൾ ഈ ലെഗ് ഒടിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ എന്താ വേണ്ടത്, നമ്മൾ വാങ്ങിക്കുന്ന ഫിഷിംഗ് റോഡ് കുറച്ച് സ്മൂത്തുള്ളത് വാങ്ങിക്കുക. സ്മൂത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടിപ്പ് ഭാഗം നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് വളയുന്ന രീതിയിലുള്ള തരത്തിലുള്ള ഫിഷിംഗ് റോഡുകൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളുടെ ഫിഷിംഗ് റീലിൻ്റെ ലെഗിന് കംപ്ലൈൻ്റ് ഇല്ലാണ്ട് ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഫാൻറ്റം സ്നാപ്പറിൻ്റെ ഒരു ഫിഷിംഗ് റോഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫിഷിംഗ് റോഡ് കുറച്ച് ടൈറ്റ് കൂടുതലുള്ള ഫിഷിംഗ് റോഡാണ്, ഹാർഡായിട്ടുള്ള ഫിഷിംഗ് റോഡാണ്. ടിപ്പ് പെട്ടെന്ന് വളയുന്നില്ല. അപ്പോൾ ഞാൻ ഉപയോഗിച്ചത് ഷിമാനോൻ്റെ സെഡോണയായിരുന്നു. ഈ ഷിമാനോൻ്റെ സെഡോണ മെഷീന് ഞാനിതിലിട്ടിട്ട് വലിയ മീനുകളൊക്കെ അടിച്ച സമയത്ത് എന്താ, എൻ്റെ ഫിഷിംഗ് റീലിൻ്റെ ലെഗ് ഒടിഞ്ഞു, ഫുള്ളായിട്ട് ഒടിഞ്ഞു പോയി. എന്താ, കുറച്ച് അറിയാണ്ട് ഡ്രാഗ് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഫിഷിംഗ് റോഡ് ടൈറ്റായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഫിഷിംഗ് റോഡ് ആയതുകൊണ്ട് ഫുള്ള് ലോഡ് ഈ ഫിഷിംഗ് റീലിൻ്റെ ലെഗിലേക്ക് വന്നിട്ട് അത് ഒടിഞ്ഞു പോവുക ചെയ്ത്. 5000ഓളം രൂപയുടെ മേലേക്ക് വരുന്ന ഒരു ഫിഷിംഗ് റീലാണ് ഷിമാനോൻ്റെ സെഡോണ. അത്രയും നല്ലൊരു റീൽ എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ അനിയൻ അത് എടുത്തിട്ട് അനിയൻ്റെ കയ്യിലുള്ള ഒരു ഫിഷിംഗ് റീലിലേക്ക് സെറ്റ് ചെയ്തിട്ടിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ഫിഷിംഗ് റോഡ് കുറച്ച് ടെമ്പർ കുറഞ്ഞതായിരിക്കണം. എറിയുന്ന സമയത്തും നമ്മൾ ഹുക്കപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ഫിഷിംഗ് റോഡിൻ്റെ ടിപ്പ് ഭാഗം ഒരു 1/4 ഭാഗമെങ്കിലും വളയണം. ഒരടി ഭാഗത്തെങ്കിലും, 1.5 അടി 2 അടി ഭാഗത്തെങ്കിലും നമ്മൾ ഫിഷിംഗ് റോഡ് ഒന്ന് ബെൻഡാവണ രീതി, ചെറിയ രീതിയിൽ ബെൻഡാവണ രീതിയിലുള്ള ഫിഷിംഗ് റോഡാണ് നമ്മൾ നോക്കി വാങ്ങിക്കേണ്ടത്. അപ്പോൾ അത് കടക്കാരോട് നമ്മൾ ചോദിക്കുക, നമുക്ക് ഫുള്ള് ടൈറ്റായിട്ടുള്ള ഫിഷിംഗ് റോഡ് വേണ്ട, ഒരു മീഡിയം ഫാസ്റ്റ് രീതിയിലുള്ള ഫിഷിംഗ് റോഡ് മതി എന്ന് പറയുക. അപ്പോൾ അവർ നമുക്കത് തരും. അതുപോലെ തന്നെ വരൽ ഫിഷിങ്ങിന് പോകുമ്പോഴും കായൽ, പുഴ എന്ന് തുടങ്ങിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും പരമാവധി ഒരു 5 മണി നേരത്തെങ്കിലും വീട്ടിൽ നിന്ന് സ്പോട്ടിലേക്ക് എത്താൻ ശ്രമിക്കുക. അപ്പോൾ മാത്രമേ കൂടുതൽ ആക്ടിവിറ്റി ഏത് ഭാഗത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ട് നമുക്ക് അവിടെ കാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പരമാവധി നേരത്തെ പോവുക. ഈ നേരത്തെ പോകുന്ന സമയത്ത് നമ്മൾ സേഫ്റ്റി ഷൂ ഉപയോഗിക്കുക. എല്ലാവരും മടി കാണിക്കുന്ന ഒരു കാര്യമാണ് സേഫ്റ്റി ഷൂ. ഈ സേഫ്റ്റി ഷൂ ഇട്ട് നമുക്ക് കാടിൻ്റെ ഉള്ളിൽ കൂടെയും പുല്ലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് താഴത്തേക്ക് നോക്കാണ്ട് തന്നെ കാലെടുത്ത് വെച്ച് നടന്നു പോകാൻ പറ്റും. ഒരുപാട് ഇഴജന്തുക്കളും പാമ്പുകളും മുള്ള് അങ്ങനത്തെ കുപ്പിച്ചില്ലുകളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ പരമാവധി എല്ലാവരും സേഫ്റ്റി ഷൂ ഉപയോഗിച്ചിട്ട് ഫിഷിങ്ങിന് പോകാൻ ശ്രമിക്കുക. അതുപോലെ ഫിഷിങ്ങിന് പോകുന്ന സമയത്ത് നേരത്തെ പോകുന്നുണ്ടെങ്കിൽ ഒരു ഹെഡ്ലൈറ്റ്
ഫിഷിംഗ് ടാക്കിൾസൊക്കെ വിൽക്കുന്ന കടയിൽ ചെറിയ ഹെഡ്ലൈറ്റ് കിട്ടും. ഒരു 1.5-2 ഇഞ്ച് വീതിയുള്ള രീതിയിലുള്ള റൗണ്ട് ഷേപ്പിലുള്ള ഹെഡ്ലൈറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഇത് വാങ്ങിച്ചിട്ട് നമ്മൾ കയ്യിൽ വയ്ക്കുക. അപ്പോൾ വെളിച്ചം അത്യാവശ്യം ആണ്. ചില സമയത്തൊക്കെ കാടിൻ്റെ ഉള്ളിൽ കൂടെ പുല്ലിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നമുക്ക് സേഫ്റ്റി ആയിട്ട് പോകാനായിട്ട് ഹെഡ്ലൈറ്റ് നമുക്ക് എന്തായാലും ഉപകാരപ്പെടും. ഇപ്പോൾ ഈ ഹെഡ്ലൈറ്റും ഈ സേഫ്റ്റി ഷൂവും മസ്റ്റാണ്. അത് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. പരമാവധി ഈ 2 ഐറ്റം നിങ്ങൾ കയ്യിൽ വയ്ക്കുക. അത് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യുക. എത്രയും നേരത്തെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മീൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. മറ്റ് ആൾക്കാർ വന്ന് കാസ്റ്റ് ചെയ്തിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സ്പോട്ടിലുള്ള മീൻ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ പരമാവധി നേരത്തെ പോയാൽ മാത്രമേ നമുക്ക് ആ സ്പോട്ടിലുള്ള മീനുകൾ നമുക്ക് പിടിച്ച് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എറിയണ സമയത്ത് ചിലപ്പോൾ മീൻ കിട്ടാത്ത സമയത്ത് നമ്മൾ തുടക്കക്കാരനാണെങ്കിൽ വിചാരിക്കും ഞാൻ എറിഞ്ഞിട്ട് മീൻ കിട്ടണില്ലല്ലോ, എനിക്ക് റിസൾട്ട് ഇല്ലല്ലോ. അപ്പോൾ ഈ റിസൾട്ട് ഇല്ലാത്തതിൻ്റെ കാരണങ്ങൾ മിക്കവാറും ആ സ്പോട്ടിൽ വേറൊരാൾ വന്നിട്ട് ഫിഷിങ് ചെയ്ത് മീൻ കൊണ്ടുപോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് ആ സ്പോട്ടിൽ ചെല്ലുമ്പോൾ റിസൾട്ട് ഇല്ലാത്തത്. അല്ലാണ്ട് നിങ്ങളുടെ ഫ്രോഗിൻ്റെയോ നിങ്ങളുടെ റീലിൻ്റെയോ നിങ്ങളുടെ കാസ്റ്റിങ്ങിൻ്റെ ഒന്നും കുഴപ്പം കൊണ്ടല്ല കൂടുതലും ഈ സ്ട്രൈക്ക് കിട്ടാത്തത്. ആ സ്ട്രൈക്ക് കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്പോട്ടിലുള്ള മീനുകൾ വേറെ ആൾ കൊണ്ടുപോയത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ സ്പോട്ടിൽ എറിയുമ്പോൾ മീൻ കിട്ടാത്തത്. അപ്പം നമ്മൾ ഫിഷിംഗ് റീലിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞു. അപ്പോൾ നമ്മളതിൻ്റെ ഡ്രാഗ് ടൈറ്റ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അനിയൻ്റെ മൊബൈൽ നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഫിഷിംഗ് റീല് ആർക്കെങ്കിലും സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സർവീസ് ചെയ്ത് തരും. കണ്ടോ, സൂപ്പറായിട്ട് മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട്. അടിപൊളി, ഒന്നും പറയാനില്ല. കുറഞ്ഞ സമയം കൊണ്ടാണ് ഇപ്പോൾ റീല് സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ, സൂപ്പർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ അനിയനാണ് റീല് അയച്ച് ഫിറ്റ് ചെയ്തത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബായ്.